ഇന്നോ ഇന്നലെയോ ആണ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് ചാണ്ടിയുമ്മൻ്റെ ഒരു പ്രസംഗം. അച്ഛന് മകനെ പോലെ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി സാറ് കരുതിയിരുന്നത്, പക്ഷെ അദ്ദേഹത്തിന് വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, കേസൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അതേക്കുറിച്ച് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുവോ? ആ ഒരു അല്ല, പറയാൻ മടിക്കണ്ടല്ല. ഞാൻ ഉമ്മൻചാണ്ടിയുമായി വ്യക്തിപരമായി യാതൊരു പിണക്കവുമില്ല. പക്ഷേ ഉമ്മൻചാണ്ടിയുമായി പിരിഞ്ഞ് നമ്മളെ മുന്നണി വിട്ടു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഞാനൊരു ദ്രോഹം ചെയ്തില്ല. അദ്ദേഹം അവസാനം CBI അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എൻ്റെ അടുത്ത് വന്നു. ആ CBIക്ക് ഞാൻ കൊടുത്ത മൊഴി ഇന്നും റെക്കോർഡിലുണ്ട്, ആർക്കുണ്ടെങ്കിലും പരിശോധിക്കും. ഉമ്മൻചാണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല. ഈ പറയുന്ന കുറ്റകൃത്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞത് മാത്രമല്ല, എൻ്റെ അച്ഛൻ ഉമ്മൻചാണ്ടിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരങ്ങനെ എഴുതിയെടുത്തിട്ടുണ്ട്. ഞാൻ അച്ഛൻകോല അജിത് കുമാർ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടെ ഇരിക്കുമ്പോൾ MLA ഹോസ്റ്റലിലെ മുറിയിൽ വെച്ചാണ് മൊഴിയെടുക്കുന്നത്. ആ മൊഴിയെടുക്കുമ്പോൾ ഞാൻ CBIയോട് പറഞ്ഞിരിക്കുന്ന മൊഴി, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്ന ആളല്ല എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറയുമായിരുന്നു. മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് മുകളിൽ നിൽക്കുമ്പോൾ ഞാൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്കതുകൊണ്ട് ഒരു ഭയമില്ല. ചാണ്ടിയുമ്മനല്ല ആരും ഒന്ന് എന്ത് പ്രസംഗിച്ചാലും എന്നെ ബാധിക്കില്ല, കാരണം ദൈവം കേൾക്കുന്നവനാണ്. ഞാൻ ഉമ്മൻചാണ്ടിക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ ആർക്കു വേണ്ടി ഒന്നും ചെയ്യില്ല. എന്നെ മന്ത്രിസ്ഥാനത്ത് മാറ്റിയത് രമേശ് ചെന്നിത്തലയ്ക്ക് കസേര കൊടുക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ തന്ത്രമായിരുന്നു. പക്ഷേ അത് ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? ഷാജൻ പറയും. ഞാൻ എന്താണ് അതൊക്കെ ചുമ്മാ പറയുന്നില്ല. ഏത് കത്ത്? ഞാൻ കണ്ടിട്ടുമില്ലാത്തൊരു കത്താണ്. ഞാനിതൊന്നും കണ്ടിട്ടുമില്ല. എന്നെ പറ്റിയിട്ട് ഒരു സ്ത്രീ മോശം പറഞ്ഞില്ല എന്ന് കരുതി അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഭാഗമാണ്. അവർക്ക് എന്തോ എന്നോടൊരു മമത, ഒരു സ്നേഹമോ ഒരു ബഹുമാനമോ അല്ലെങ്കിൽ ഒരു അനുകമ്പയോ തോന്നിയത് കൊണ്ടായിരിക്കാം എന്നെ ഒന്നും പറയാത്തത്. ഞാൻ അവരോടൊന്നും ഞാനെങ്ങനെ പേജ് കൂട്ടുന്നേ? എൻ്റെ കൈയക്ഷരമാണ് അല്ലല്ലോ. പേജ് എങ്ങനെ കൂടുന്നേ? ഇത് പേജ് കൂടുന്നതൊക്കെ ആരെ ഞാൻ എഴുതാൻ പറ്റുമോ? എൻ്റെ കൈയക്ഷരമല്ല. പിന്നെ അവരുമായിട്ട് ഞാൻ ആ സ്ത്രീകളുമായി ഞാൻ വളരെ വളരെ ബഹുമാനത്തോടെ പെരുമാറി. എൻ്റെ അമ്മയോട് എനിക്ക് അതിയായ ബഹുമാനമുണ്ട്. അതുകൊണ്ട് ഏതൊരു സ്ത്രീയോടും ഞാൻ സത്യസന്ധതയോടെയും മാന്യതയോടെയും പെരുമാറത്തുള്ളൂ, ബഹുമാനത്തോടെയും പെരുമാറത്തുള്ളൂ. അതുകൊണ്ട് സ്ത്രീകൾക്ക് എന്നോട് വെറുപ്പില്ല. അവരെല്ലാം ഇയാളെ പറ്റി എന്താ പറയാ? ഒരാളെപ്പറ്റി പറഞ്ഞുകൊള്ളണം എന്നെങ്ങനെ നിർബന്ധിക്കുന്നങ്ങനെ? ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. പിന്നെ ചാണ്ടിയുമ്മൻ വന്ന് ഇലക്ഷൻ പ്രമാണിച്ച് പറഞ്ഞില്ല. ഇത്രയും ദിവസം ചാണ്ടിയുമ്മൻ എവിടെ ആയിരുന്നു? ഇതിപ്പോൾ ഇലക്ഷൻ എടുത്തപ്പം ചാണ്ടിയുമ്മനെ ആരോ കൊണ്ടുവന്നിരിക്കുകയാണ്, കൂലിക്കിറക്കിയിരിക്കുകയാണ്. ചാണ്ടിയുമ്മനോട് ഞാൻ പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പള്ളിയിലൊക്കെ, പുതുപ്പള്ളി പള്ളിയിലൊക്കെ എപ്പോഴും ഇരിക്കുന്നതാണ്. ഏതോ ഒരു മരണം വീട്ടിൽ നിന്ന് രാമായണം വായിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ചാണ്ടിയുമ്മ സത്യമേ പറയാവൂ. ദൈവം നീതിമാനെ ഇഷ്ടപ്പെടുന്നു. ദൈവം നീതിമാനാണ്, അവൻ നീതിമാനോടൊപ്പം. ഇതുപോലുള്ള കള്ളങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ ചാണ്ടിയുമ്മൻ പറഞ്ഞാൽ ചാണ്ടിയുമ്മൻ വിശ്വസിക്കുന്ന ദൈവം ചാണ്ടിയുമ്മനെ വിടില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. രണ്ടാമതും എന്നെ പാപ്പരാക്കി 2013 എല്ലാവരും കൂടെ ചേർന്ന് പാപ്പരാക്കി. അതിലൊക്കെ ഉമ്മൻചാണ്ടിക്കൊക്കെ പങ്കില്ലേ? അങ്ങനെ മിടുക്കനായിട്ട് പിന്നെ പോയാൽ ആ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അത് പറയുന്നില്ല. ഞാനതിനൊന്നും എനിക്ക് വിഷമമില്ല. അതൊന്നും ആരും എന്നെ, പലരും പറയാറുണ്ട് ഞാൻ PC ജോർജ് എനിക്കെതിരെ നിന്ന ആളാണ്. പക്ഷേ ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ PC ജോർജ്. പിന്നെ എന്നെ വിളിക്കുകയും എന്നോട് എടാ നിനക്ക് എന്തുണ്ടെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന അത്ര നല്ല സ്നേഹമാണ്. ഞാനും അദ്ദേഹത്തോട് വേണമെങ്കിൽ പക തോന്നിക്കൂടെ എനിക്ക്? അദ്ദേഹത്തിനോട് തോന്നാത്ത പകയാണോ ഉമ്മൻചാണ്ടിയോട് തോന്നുന്നത്? എനിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളാണ് PC ജോർജ്. അദ്ദേഹം എന്നെ ഇന്നും ചേട്ടാന്ന് വിളിക്കും, ഞാൻ അങ്ങോട്ട് വിളിക്കും, എന്നെ ഇങ്ങോട്ട് വിളിക്കും. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ താമസിച്ചാൽ 2-3 ദിവസം കഴിയുമ്പോൾ നീ എന്തോടാ നിന്നെ കാണുന്നില്ല എവിടെയെന്ന് ചോദിച്ച് വിളിക്കുന്ന ആ സ്നേഹബന്ധമുണ്ട് എനിക്ക്. അത്ഭുതകരമായ ബന്ധമല്ലേ? അദ്ദേഹത്തിന് എനിക്ക് വല്ല വിരോധമുണ്ടോ? എന്നോട് അദ്ദേഹത്തിന് വല്ല വിരോധമുണ്ടോ? എന്നോട് എപ്പോഴും പറയണം, നിൻ്റെ കൂടെ ഞാനുണ്ട്, നീ വിഷമിക്കണ്ട, ഞാൻ നിനക്ക് എന്തിനും നിൻ്റെ കൂടെ. ആ സ്നേഹബന്ധം അതെ. പക്ഷേ അദ്ദേഹം ഇന്ന് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം.